നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ FA കപ്പിൽ നടന്ന മത്സരത്തിൽ മികച്ച വിജയം നേടാൻ നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് ഹഡേഴ്സ്ഫീൽഡിനെ അവർ പരാജയപ്പെടുത്തിയത്. യുവ സൂപ്പർ താരം ഫിൽ ഫോഡൻ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടി. അർജന്റീൻ സൂപ്പർ താരമായ ഹൂലിയൻ ആൽവരസ് 1 ഗോളും 1 അസിസ്റ്റും മത്സരത്തിൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. അതേസമയം കെവിൻ ഡിബ്രൂയിന 1 അസിസ്റ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഏറെക്കാലം പരിക്കിന്റെ പിടിയിലായിരുന്നു കെവിൻ ഡിബ്രൂയിന ഉണ്ടായിരുന്നത്. ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ 57ാമത്തെ മിനിറ്റിൽ ഹൂലിയൻ ആൽവറസിന്റെ പകരക്കാരനായിക്കൊണ്ടായിരുന്നു ഡിബ്രൂയിനെ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയത്. താരം തിരിച്ചെത്തിയതിൽ തനിക്ക് ഒടുക്കത്തെ സന്തോഷമുണ്ട് എന്നുള്ള കാര്യമാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ് ഗാർഡിയോള മത്സരശേഷം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നല്ല രൂപത്തിൽ കളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു, പക്ഷേ അദ്ദേഹം ഇനിയും ട്രെയിനിങ് ചെയ്യേണ്ടതുണ്ട്. ഡിബ്രൂയിനെ തിരിച്ചെത്തിയതിൽ ഞങ്ങൾ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. മത്സരങ്ങൾ വിജയിക്കാൻ സഹായിക്കുന്ന ഒരു താരമാണ് കെവിൻ. ഇത്തരത്തിലുള്ള താരങ്ങൾ ഫുട്ബോൾ ലോകത്ത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഡിബ്രൂയിനെയും ഹാലൻഡും ഒക്കെ മത്സരം വിജയിപ്പിക്കുന്ന താരങ്ങളാണ്. ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ജെറമി ഡോക്കു നേടിയ ഗോളിനായിരുന്നു മത്സരത്തിൽ കെവിൻ ഡിബ്രൂയിന് അസിസ്റ്റ് നൽകിയിരുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ കേവലം ഒരു മത്സരത്തിൽ മാത്രമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ആ മത്സരത്തിലാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത്. ഏതായാലും അടുത്ത ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെയുള്ള മത്സരത്തിൽ കെവിൻ ഡിബ്രൂയിന് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം വരുന്ന സമ്മറിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ സൗദി അറേബ്യ ഇപ്പോൾ വലിയ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.